ഞാൻ കാണുന്നിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണിയും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു വിശ്വാസ്യത ഒരു പ്രശ്നം ശ്രീകുമാർ തന്നെ പറഞ്ഞത് വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. അത് 2500 രൂപ കൊടുക്കാതെ 3000 രൂപ കൊടുക്കും എന്ന് പറയുന്ന വിശ്വാസ്യതയുടെ പ്രശ്നമല്ല. ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. ഞാൻ തീർച്ചയായിട്ടും അതിനെ കാണുന്നില്ല. ഞാനതിനെ കാണുന്നത് ഇപ്പോൾ നമുക്കറിയാം, ഈ പെൻഷൻ എന്ന് പറയുന്നത് ഒന്നാം LDF സർക്കാർ അധികാരത്തിൽ വരുമ്പം ഈ പലതരം പെൻഷനുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള ക്ലാരിറ്റി ഇല്ല. അതായത് UDF മാത്രം കുറ്റമല്ല കേട്ടോ, അത് അന്ന് വരെ അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒരു പ്രോസസ്സിൽ കൂടിയല്ല പോയിക്കൊണ്ടിരുന്നത്. കുറേ പെൻഷനുകൾ കൊടുക്കുന്നു, കുറേ പലതും പലതോതിൽ കുടിശ്ശികയാകുന്നു. അത് ചില കുടിശ്ശികകളാണ് ഈ 18 മാസം വരെ, ചിലത് കുടിശ്ശികയാകുന്നു, ചിലത് 3 മാസം കുടിശ്ശികയാകുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുങ്ങിയ ഒട്ടും സ്ട്രീം ലൈൻഡ് അല്ലാതിരുന്ന ഒരു പരിപാടിയായിരുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ എന്നുള്ളത്. അതാണ് LDF സർക്കാർ വരികയും അത് സ്ട്രീം ലൈൻ ചെയ്യുകയും അത് മനുഷ്യർക്ക് കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് പലർക്കും 13,000 14,000 രൂപയൊക്കെ ആദ്യത്തെ പ്രാവശ്യം, അത് 2016 ഓണത്തിന് ആ പെൻഷൻ കിട്ടുന്നത്. അതിൻ്റെ പലർക്കും വലിയ തോതിൽ പൈസ കിട്ടുന്നത് ഈ വലിയ കുടിശ്ശികകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിന് ശേഷം ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഈ സർക്കാരിൻ്റെ ആദ്യത്തെ 1-2 വർഷങ്ങളിൽ ഒഴികെ അത് ഏകദേശം സ്ട്രീം ലൈൻഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ വളരെ ശരിയാണ്, LDF 2500 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. അവർക്ക് 2000 വരെ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആ 2000 തന്നെ പ്രഖ്യാപിക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് മുമ്പാണ്. വസ്തുതയാണത്. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും തമ്മിലൊരു വളരെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒന്നാം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം 2 പ്രളയവും കോവിഡും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പണത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കാൻ ആ സർക്കാരിന് പറ്റിയിരുന്നു. കേന്ദ്ര സർക്കാർ ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് എങ്ങനെയാണ് കേരളം ഓരോ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കുകയും അതിനെ ടോർപ്പിഡോ ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിപാടി ഒന്നാം സർക്കാരിന് നേരിടേണ്ടി വന്നില്ല. എന്നാൽ രണ്ടാം സർക്കാർ ആയപ്പോഴത്തേക്കും ആ കഥ മുഴുവൻ മാറി. ഓരോ ദിവസവും ധനകാര്യമന്ത്രി എണീക്കുന്നത് ഇന്ന് എന്ത് പാരയാണ് കേന്ദ്ര സർക്കാർ വെച്ചിട്ടുള്ളത് എന്ന് അന്വേഷിച്ചിട്ടാണ്. ശ്രീ ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓരോ ദിവസവും ആലോചിക്കുന്നത് ഇന്ന് കേന്ദ്ര സർക്കാർ എന്ത് പാരയാണ് പുതുതായിട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ആ ഗണത്തിൽപ്പെടുത്തി ഈ ഗണത്തിൽപ്പെടുത്തി ആ കണക്കിൽപ്പെടുത്തി ഈ കണക്കിൽപ്പെടുത്തി ഒരു ഇത്ര വെട്ടിക്കുറവ് വെച്ചിരിക്കുന്നു, സംസ്ഥാനത്തിനുള്ള അടവ്, സംസ്ഥാനത്തിനുള്ള സഹായം വിഹിതം ഇത്ര വെട്ടിക്കുറച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കടമെടുക്കാനുള്ള പരിധി ഇത്ര വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇങ്ങനെ അതിവിചിത്രമായ നിബന്ധനകൾക്കിടയിലൂടെയാണ് ഈ സംസ്ഥാന സർക്കാർ കടന്നുപോയത്. അതിൽ 2 കാര്യങ്ങൾ LDF സർക്കാർ ചെയ്തു. ഒന്ന്, ഇത് മനുഷ്യരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അതിനാണ് ഡൽഹിയിൽ പോയി ഒരു സമരം ചെയ്തത്. അതിന് വളരെ വ്യാപകമായ പിന്തുണ കിട്ടി. നാട്ടിലെ മനുഷ്യർ, കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഫോർ എ ചേഞ്ച് അതിനെ സപ്പോർട്ട് ചെയ്തു. കോൺഗ്രസ്സുകാർ, ഡൽഹിയിലുള്ള കോൺഗ്രസ്സുകാരെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്തു. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധിയുണ്ടെന്ന് വെച്ചാൽ പൊളിറ്റിക്കലും രാഷ്ട്രീയമായും നിയമപരമായും LDF സർക്കാർ അതിനെ നേരിട്ടു. അതിന് വലിയ ജനപിന്തുണയും കിട്ടി. എന്നിട്ടും ഈ ഭയങ്കരമായിട്ടുള്ള ഈ സാമ്പത്തിക ഞെരുക്കം കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം നടത്തിക്കൊണ്ടിരുന്നിട്ടും ഈ പെൻഷനുകൾ ഏകദേശം കൊടുത്തു തീർക്കാൻ പറ്റി. ഇത് മനുഷ്യർക്കറിയാം. ഇത് ശ്രീകുമാർ പറയുന്നത് പോലെ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രയോറിറ്റികളിൽപ്പെട്ട ഒരു സാധനമായിരുന്നില്ല സാമൂഹ്യക്ഷേമ പെൻഷൻ. സാമൂഹ്യക്ഷേമ പെൻഷൻ വോട്ട് കിട്ടാനും ഉപയോഗിക്കാം എന്നിപ്പോഴാണ് മനസ്സിലായത്. അന്നത് മനുഷ്യരോടുള്ളൊരു കമ്മിറ്റ്മെൻ്റായിട്ട് കൊണ്ടു നടക്കാൻ UDF സർക്കാരിന് പറ്റിയില്ല എന്നുള്ളതാണ്. LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യരുടെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന, മനുഷ്യരുടെ അവകാശമായി കൊടുക്കേണ്ട അതൊരു രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലായി കാണും. എനിക്കറിയത്തില്ല അത് എത്രത്തോളം പ്രായോഗികമാണ്. അവർ അധികാരത്തിൽ വന്നാൽ അത് എത്രത്തോളം പ്രായോഗികമായിട്ട് അവർ കൊണ്ടുപോകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോഴവരുടെ പ്രാധാന്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പം മനുഷ്യർക്ക് ആ പണം ഏകദേശം കിട്ടിത്തുടങ്ങി. ഈ വലിയ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലൂടെയാണ് അത് മനുഷ്യർക്ക് മനസ്സിലാവും. ശ്രീകുമാർ, അത് ഇവർ തരാത്ത കൂട്ടരല്ലേ, 2500 തരാത്ത കൂട്ടർ 3000 തരാം എന്ന് പറയാൻ സമ്മതിക്കുമെന്ന് ചോദിച്ചാൽ അവർ ഇതേ ചോദ്യം കോൺഗ്രസ്സുകാരോട് ചോദിക്കും. നിങ്ങൾ ഈ 600 രൂപ ഉണ്ടായിരുന്ന പാർട്ടികളിൽ തരാതിരുന്ന ആളുകൾ നിങ്ങൾ 3000 എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കണോ എന്നുള്ളൊരു, എനിക്കൊന്ന് ആ ചർച്ചയിലേക്ക് പോകുന്നത് കോൺഗ്രസിന് നഷ്ടക്കച്ചവടമായിരിക്കാനാണ് സാധ്യത. പറഞ്ഞു വരുന്നത്, വിശ്വാസ്യതയുടെ അളവെടുത്താൽ
ഇനിയിപ്പം നമുക്ക് തെരഞ്ഞെടുപ്പിന് 3-4 ദിവസമേ ഉള്ളൂ. വിശ്വാസ്യതയുടെ അളവെടുത്താൽ എനിക്ക് തോന്നുന്നു ഏതൊരാൾക്കും, ശ്രീകുമാർ പോലും സമ്മതിച്ചു പോകും, LDF സർക്കാർ ഇതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ടെന്ന്. ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യരോടുള്ള കമ്മിറ്റ്മെൻറ്റിൽ ഇപ്പം നമ്മളിപ്പോൾ പലപ്പോഴും ഉമ്മൻചാണ്ടി ഒരിക്കലും ഒരു മോശം മനുഷ്യനായിരുന്നു ഞാൻ ഒരിക്കലും പറയല്ല. പക്ഷേ നാട്ടിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിനുള്ള ഒരു എഫർട്ട് എടുക്കണം. ആ എഫർട്ട് എടുത്ത് മനുഷ്യരെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇച്ഛാശക്തി ഒരു ഭരണാധികാരി കാണിക്കണം. അത് കാണിക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി പലപ്പോഴും അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. ശ്രീ പിണറായി വിജയൻ അത് ചെയ്തു എന്നുള്ളത് വളരെ വ്യത്യസ്തമായി മനുഷ്യർക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കണം ഇന്നിപ്പോൾ കൈരളി ഇങ്ങനൊരു ചോദ്യം മനുഷ്യന് മുമ്പോട്ട് വെച്ച്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മാത്രമായിട്ടായിരിക്കില്ല, ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓഫ് കോഴ്സ് ഇന്നലെ കണ്ട വലിയ ജനസമൂഹമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രീകുമാർ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് ആളുകൾ വരാറുണ്ട്. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്. 2 LDF സർക്കാരുകൾ മനുഷ്യരോടുള്ള കമ്മിറ്റ്മെൻറ്റിൽ ഇതിനു മുമ്പായിരുന്ന UDF സർക്കാരിനേക്കാൾ വളരെയധികം മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള വിശ്വാസ്യതയുടെ ഒരളവുകോൽ എന്ന നിലയ്ക്ക് ആയിരിക്കണം ഈ പിണറായി അല്ലാതെ എന്ന് പറഞ്ഞാൽ ഞാനതിനെ മനസ്സിലാക്കുക, ഈ LDFന് മുമ്പോട്ട് വെക്കാനുള്ള ഏറ്റവും നല്ല പ്രതീകം എന്നുള്ളത് ഈ സർക്കാരിൻ്റെ വിശ്വാസ്യതയാണ്, മനുഷ്യരോടുള്ള പ്രതിബദ്ധതയാണ്. ആ പ്രതിബദ്ധത 2 മന്ത്രിസഭയുടെയും നായകൻ എന്ന നിലയ്ക്ക് പിണറായി വിജയൻ അതിൻ്റെ ഒരു സിമ്പലാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത 2-3 ദിവസങ്ങളിൽ, അവസാന 3-4 ദിവസങ്ങളിലാണ് 10% വോട്ടുകളൊക്കെ ആൾക്കാർ തീരുമാനിക്കുന്നൊക്കെയാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് ഇടതുപക്ഷം മുമ്പോട്ട് വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പൽ തന്നെയായിരിക്കും ഈ ഇടതുമുന്നണിയുടെ ക്രെഡിബിലിറ്റി, ഇടതുമുന്നണിയുടെ പ്രതിബദ്ധത. അത് പിണറായി വിജയൻ അതിൻ്റെ നാച്ചുറലി ആ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക്, 2 ടീമിൻ്റെയും ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അദ്ദേഹം തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇനിയാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വെച്ച് കഴിയുമ്പം ദ ബെസ്റ്റ് ഫുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDFനെ സംബന്ധിച്ചിടത്തോളം പിണറായിയെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും അവരത് അദ്ദേഹം മത്സരിക്കുന്നുണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ വെച്ച് തന്നെ പരമാവധി ശ്രമം നടത്തുക എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതവർ ചെയ്യുന്നു എന്ന് മാത്രമേ ഞാൻ ഇതിനകത്ത് കാണുന്നുള്ളൂ. ശരി.